അനിൽ, ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കും പ്രതിപക്ഷ നേതാവിലേക്കും എത്തുമ്പോൾ നമ്മൾ ഈ കടന്നു വന്ന ചോദ്യങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകാമോ ഈ ഉത്തരം നൽകിയവർ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചോദിച്ച ഒരു സീക്വൻസ് ആയിട്ടുള്ള ചോദ്യാവലി പരിശോധിക്കുമ്പോൾ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഉത്തരങ്ങൾ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രതികരണം എടുത്തു കഴിഞ്ഞാൽ ഭരണപക്ഷത്തുള്ള ഏറ്റവും പ്രകടമായ ഒരേ ഒരു മുഖമാണ് എന്ന രീതിയിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് പെട്ടെന്ന് വിലയിരുത്തലിന് വിധേയമാക്കാൻ സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആൾക്ക് കഴിയും. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്ത് ഒരു നേതാവല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകൾക്കായിരിക്കും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി നന്നായി വിലയിരുത്താൻ കഴിയുക. അതാണ് ഇവിടെ ഞാൻ പരിശോധിച്ചപ്പം ഈ സ്ത്രീ പുരുഷ നിലപാടുകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ലിംഗാധിഷ്ഠാനത്തിലുള്ള പ്രതികരണങ്ങളിൽ കാണുന്ന ഒരു വ്യത്യാസമായിട്ട് തോന്നുന്ന പ്രധാന കാര്യമാണ്. പ്രതിപക്ഷത്ത് നിരവധി നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സൂക്ഷ്മമായി വിലയിരുത്തണമെങ്കിൽ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കലി സൂക്ഷ്മതയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തനങ്ങളെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും കഴിയുക. അപ്പോൾ പ്രതിപക്ഷ രംഗത്ത് നിരവധി നേതാക്കന്മാരുണ്ട്. അപ്പോൾ ആ നേതാക്കന്മാരെ എല്ലാം ചേർത്ത് ഇതിപ്പോൾ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ നമ്മൾ വിലയിരുത്തുമ്പം മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ ഒറ്റ അടിക്ക് തന്നെ വിലയിരുത്താൻ കഴിയും. പക്ഷേ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രമായിട്ട് വിലയിരുത്താൻ കഴിയില്ല എന്നൊരു പ്രതിസന്ധി ഈ പ്രതികരണം നടത്തിയവർക്കുണ്ടെന്നാണ് ഈ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. രണ്ടാമത് ഇത് വീടുകളിൽ നിന്ന് ശേഖരിച്ച ഡേറ്റയാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും അവർ പലരും പ്രതികരിച്ചിട്ടുണ്ടാവുക. അതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വീടുകളിൽ ഈ മുഴുവൻ ഡാറ്റയും ആ കാര്യം നമ്മൾ പറഞ്ഞു പോയിട്ടില്ല. എല്ലാ ഡാറ്റയും ഇതൊന്നും വഴിയിൽ നിന്ന് ആളുകളോട് പോയി പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞില്ല. കാരണം എത്രയും പെട്ടെന്ന് വിവരങ്ങൾ ആളുകളെ അറിയിക്കുക എന്നുള്ള മട്ടിൽ നമ്മളങ്ങ് തുടങ്ങി വെച്ചു. അതുകൊണ്ടുള്ള ഒരു കുഴപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഈ ഡാറ്റ വീടുകളിൽ ചെന്ന് ശേഖരിച്ചതാണ്, വീടുകളിൽ നേരിട്ട് ചെന്നിട്ട്. അതിൻ്റെ ഒരു ശാസ്ത്രീയതയെക്കുറിച്ച് ഒന്ന് ചോദിക്കുക. അതായത് അനിലിതിപ്പോൾ പല സർവേകളും നടക്കുന്നത് ഈ ചെറിയ ചെറിയ അങ്ങാടികളിലും കൂട്ടമായിട്ട് നിൽക്കുന്ന ആളുകളോടും ഒക്കെ ചോദിച്ചിട്ടാണല്ലോ. അതും ഒരു അഭിപ്രായം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ വീടുകളിൽ നേരിട്ട് പോയിട്ട് വീടുകൾക്കകത്തുള്ള ആളുകളോട് വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകൾ സ്പോട്ട് ചെയ്ത് അവിടെ ചെന്ന് ആളുകളെ കണ്ട് സംസാരിക്കുന്നതിലെ ഈ മെത്തഡോളജിക്കലായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത് കുറച്ചുകൂടി ഉത്തരവാദിത്തമായിട്ടുള്ള കുറച്ചുകൂടി ഗൗരവതരമായിട്ടുള്ള പ്രതികരണം അവരിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ആളുകളുടെ നിന്ന് അഭിപ്രായങ്ങൾ തേടുമ്പം അടുത്ത് നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ സ്വാധീനിക്കപ്പെട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് അനുകൂലമായിട്ട് പറയുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അതിനുള്ള വൈകാരിക പ്രതികരണ രീതിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ എതിർത്ത് പറഞ്ഞേക്കാം. അത്തരത്തിലൊരു വൈകാരിക പ്രകടനങ്ങളായിരിക്കും കൂടുതലും ഈ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ പുറം സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ എടുക്കുന്നത്. ഇതിപ്പോൾ വീടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പം യാതൊരു വിധത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. ഈ സർവേ ചോദ്യാവലി പൂരിപ്പിക്കാൻ ചെല്ലുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സായിട്ട് ആളുകൾ അപ്രതീക്ഷിതമായിട്ടാണ് കുടുംബങ്ങളിൽ എത്തുന്നത്. അവർ പരിചയപ്പെടുത്തിയതിന് ശേഷം ഒരു റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷമാണ് അവർ ഈ ചോദ്യങ്ങൾക്കെല്ലാം പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള കുറച്ചുകൂടി ഉത്തരവാദിത്തോടു കൂടിയൊരു വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സൂക്ഷ്മത ഒരുപക്ഷെ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഒരു കവലകളിൽ നിന്നോ ശേഖരിക്കുന്ന ഡേറ്റയ്ക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ആ ഡേറ്റയുടെ സൂക്ഷ്മതയാണ് ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന കൃത്യമായി അവിടെ നിന്ന് മാത്രം ശേഖരിക്കുന്ന ഈ പ്രതികരണങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരാവുന്നൊരു മറ്റൊരു സംശയം, ഇപ്പോൾ ഒരു വീട് അത് പരമ്പരാഗതമായിട്ട് CPM അനുകൂലിക്കുന്നതോ BJP അനുകൂലിക്കുന്നതോ കോൺഗ്രസിന് അനുകൂലിക്കുന്നതോ ആണെങ്കിൽ അവിടെ നമ്മൾ ഒന്നിലേറെ ആളുകളുടെ അഭിപ്രായങ്ങൾ തേടിയാൽ സ്വാഭാവികമായിട്ടും ഒരേ രാഷ്ട്രീയ നിലപാടുള്ള അഭിപ്രായം വരില്ലേ എന്നതായിരിക്കും. അത് ഒന്ന് വിശദീകരിച്ച് കൊടുക്കണമല്ലോ. ഓക്കെ, അങ്ങനെ തൊട്ടടുത്ത വീടുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ വരാം. കാരണം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരേ സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന നിരവധി പ്രദേശങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ മെത്തഡോളജി പരിശോധിക്കുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അടുത്തടുത്ത വീടുകളൊന്ന് ഒഴിവാക്കിയിട്ടാണ് ഈ ഡേറ്റ ശേഖരിച്ചിരിക്കുന്നത്. കാര്യം തൊട്ടടുത്ത വീടുകളിലേക്ക് പോകാതെ ഒരു വാർഡിൽ നിന്ന് 20 വീടുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യമായ റാൻഡംനെസ് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ മെത്തഡോളജിയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പം
ഈ മുൻവിധി നമുക്ക് ഒഴിവാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സ്വാധീനം, അടുത്ത് നിൽക്കുന്ന ആളുടെ സ്വാധീനം നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്.